Hello all, welcome to Earnest Academy. എല്ലാവരും PSC എക്സാംസിന്റെ പ്രിപ്പറേഷൻ ആണല്ലേ. അപ്പോൾ നിങ്ങളോട് ചില ഗൗരവമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ടെക്നിക്കൽ PSC എക്സാംസിന് ഇപ്പോൾ റീസെന്റ് ആയി വരുന്ന ചേഞ്ചസിനെ പറ്റിയിട്ടാണ്. മാറുന്ന പാറ്റേണുകൾ അല്ലേ, അതുപോലെ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ചില ചേഞ്ചസുകൾ, ഇതിനനുസരിച്ച് നമുക്ക് എങ്ങനെ പ്രിപ്പറേഷൻ ബെറ്റർ ആക്കാം, ഇത്തരം കാര്യങ്ങളുമായി ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ഹയർ പോസ്റ്റുകളിലേക്കുള്ള ടെക്നിക്കൽ PSC എക്സാമിന്റെ പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, റീസെന്റ് നമ്മുടെ വൈസ് ചെയർമാൻ PSCയുടെ ചെയർമാന് റിട്ടയർ ആവുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹയർ പോസ്റ്റുകളിലേക്ക് ഇനിയുള്ള വരുന്ന കാലങ്ങളിലെ ഫ്യൂച്ചർ PSC എക്സാംസുകൾ ഡിസ്ക്രിപ്റ്റീവ് ആക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്ന്. ഇപ്പൊ പുതിയ ചെയർമാൻ വന്നു. സോ ഇറ്റ്സ് നോട്ട് ഒരിക്കലും നടക്കാൻ പോകാത്തൊരു സംഭവമൊന്നും അല്ല, നടന്നേക്കാവുന്ന ഒരു കാര്യമാണ്. ഹയർ പോസ്റ്റുകൾ പ്രത്യേകിച്ച് കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ, അതുപോലെ പോളിടെക്നിക് ലെക്ചർ എക്സാംസ്, വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റുകൾ, ഇതൊക്കെ മേ ബി ഡിസ്ക്രിപ്റ്റീവ് ആവാൻ ചാൻസസ് ഉണ്ട്. ഇതാണ് ഇനി വരാൻ ഫ്യൂച്ചർ PSCയിലേക്ക് വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ചാണിത്. ഇനി മറ്റ് ചില ചേഞ്ചുകളെ കുറിച്ചുകൂടെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അത് റീസെന്റ് ആയിട്ടുള്ള PSC എക്സാംസിൽ കണ്ടുവരുന്ന ചില ചേഞ്ചസുകളാണ്. നമ്മൾ റീസെന്റ് PSC എക്സാംസ് എടുത്തു നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നോർമൽ ഇത്രയും നാള് നിങ്ങൾ ഒരു 2 വർഷം മുന്നേ PSC എക്സാംസ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരാണ് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എങ്ങനെയാണ് എക്സാംസിനെ എപ്പോഴും PSC എക്സാംസിനെ അഭിമുഖീകരിക്കുമ്പോൾ എന്താണ്, ഓരോ ക്വസ്റ്റിന് ഒരു 1 word ആൻസർ കാണും. സോ ദർ വിൽ ബി എ കീവേഡ്സ്, ലൈക്ക് കീവേഡ്സ് എന്ന് പറഞ്ഞിട്ട് ചില വേർഡ്സ് ആണ്. ആ വേർഡ്സ് ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഇതിന്റെ ആൻസർ ഇന്നതായിരിക്കും. ഓപ്ഷൻസ് എങ്ങനെ വന്നാലും മാറി മാറി വന്നു കഴിഞ്ഞാലും നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആൻസർ അറിയാൻ പറ്റും അല്ലേ. അത്തരത്തിലുള്ള രീതിയിലായിരുന്നു ഇത്രയും നാള് PSC പോകുന്നത്. അതായത് കണ്ടന്റ് ഒന്നും ക്ലിയർ ആയിട്ട് അറിയാത്തവർക്ക്, കൺസെപ്റ്റ്സ്, ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അഗാധമായ ജ്ഞാനമില്ലാത്തവർക്ക് പോലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് വഴി അവരുടെ സ്കോർ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. പലപ്പോഴും നല്ല സ്കോർ കിട്ടുന്നവർ പലരും ചിലപ്പോൾ കുറഞ്ഞ സ്കോർ കിട്ടുന്നവരുടെ അത്രയും കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്നില്ല. ബട്ട് അവരെന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, കുറെ അധികം MCQs കണ്ടിട്ടുള്ളവരായിരിക്കും. സോ അവർക്ക് അറിയാം ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിന്റെ ആൻസർ ഈ രീതിയിലാണ് എന്നുള്ളത് അറിയാം, അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും, അവർക്ക് മാർക്ക് കിട്ടും. പക്ഷെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്ന ചില എക്സാംസിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നു. ലൈക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ്, ആൻസേഴ്സ് സ്റ്റേറ്റ്മെന്റ്, അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നു. 1 word MCQസിൽ നിന്ന് മാറിയിട്ട്, അതുപോലെ മാച്ച് ദ ഫോളോയിങ് പോലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണ്, ഒന്നിത് പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്, പുതിയ ക്വസ്റ്റ്യനുകളാണ്. അപ്പൊ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് പഠിച്ചു വന്ന ഒരാളെ സംബന്ധിച്ച് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നു. 2 കുറച്ചുകൂടെ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുള്ളവർക്ക് മാത്രമേ ആൻസർ ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പൊ ഇത്തരത്തിലൊരു പാറ്റേൺ ചേഞ്ച്, ക്വസ്റ്റ്യനിൽ തന്നെ ഒരു പാറ്റേൺ ചേഞ്ച് കാണുന്നു. നമ്മളത് കാര്യമായിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് SSC JE, അതുപോലെ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് IESന്റെ പ്രിലിംസ് ക്വസ്റ്റ്യൻസ്, ചിലപ്പോഴൊക്കെ ഗേറ്റിന് വരുന്ന ചില ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ വേറെ പബ്ലിക് സർവീസ് അണ്ടർടേക്കിങ്സ്, നമ്മുടെ ISRO, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, DRDO പോലുള്ള PSUs, ഇവിടെയൊക്കെ വരുന്ന എക്സാമുകൾ, ഇവരൊക്കെ നടത്തുന്ന എക്സാമുകളിൽ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ലെവൽ അങ്ങ് ഹൈ ലെവൽ ഒന്നും പോകുന്നില്ല, ലെവൽ നമ്മുടെ ബേസിക് ലെവലിൽ തന്നെ നിൽക്കും PSCയുടെ. ബട്ട് ക്വസ്റ്റ്യൻസ് പുതിയ മോഡൽ വരും. അപ്പൊ എന്താണ് പ്രശ്നം, നമുക്ക് ഒരു കൺവെൻഷണൽ രീതിയിൽ പഠിച്ചു വന്ന ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നു. നിങ്ങൾക്കറിയാലോ PSC സംബന്ധിച്ച് നല്ലൊരു കോമ്പറ്റീഷൻ ഉള്ള പേപ്പർ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു 0.1 മാർക്കെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മാർക്കിനെ, ഭയങ്കര റാങ്കിനെ വല്ലാണ്ട് ബാധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ജോലി കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും നിർണ്ണയിക്കുന്നത് ആ ഒരു പോയിന്റ് മാർക്കായിരിക്കും. അപ്പൊ അത്തരത്തിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് 1 or 2 മതി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായിരിക്കും റാങ്ക് മേക്കിംഗ് ആയിട്ട് മാറുന്നത്. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ ഇനി ചിന്തിച്ചു തുടങ്ങേണ്ട ഒരു സമയമാണ്. ഇനി വേറൊരു ചേഞ്ച് വരാൻ, ഫ്യൂച്ചറിൽ PSCയിൽ വരാനുള്ള ഒരു ചേഞ്ചാണ് PSC എക്സാംസ് ഓൺലൈൻ ആക്കുന്നുണ്ടോ എന്നുള്ളത്. അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഓൾറെഡി സെൻട്രലൈസ്ഡ് എക്സാമുകളെല്ലാം തന്നെ ഓൺലൈൻ ആണ്. ഓൺലൈൻ ആക്കിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കള്ളത്തരങ്ങളും
അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഴിമതി, കറപ്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കുറേ അധികം ഒഴിവാക്കാൻ നമുക്ക് പറ്റും. ഓൺലൈൻ എക്സാമുകളാവുമ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ കീസ് ചെക്ക് ചെയ്യാം, ആൻസർ കറക്റ്റ് ചെയ്യാം, ഒബ്ജക്ഷൻ കൊടുക്കാം. ഇതൊക്കെ കുറച്ചുകൂടെ സുതാര്യമാകും. അപ്പൊ അത് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു PSC ആസ്പിറന്റിനെ സംബന്ധിച്ച് ഏറ്റവും സ്വാഗതാർഹമായ ഒരു മാറ്റം തന്നെയാണ് PSC എക്സാം ഓൺലൈൻ ആക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈൻ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അത്രയും നമ്മുടെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നല്ലതാണ്. അപ്പൊ PSC എക്സാമുകൾക്ക് പാറ്റേൺ ചേഞ്ച് വരുന്നു. PSC എന്ന് പറയുന്ന ഗെയിം തന്നെ ചേഞ്ച് ആകുന്നു. സോ നമ്മളും കളി മാറ്റേണ്ട ടൈമായി. ഇറ്റ്സ് ടൈം ടു ചേഞ്ച് ദ ഗെയിം. നമ്മൾ ഈ PSC എന്ന് പറയുന്ന ഗെയിമിനെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കണം അല്ലേ? അപ്പൊ നമ്മൾ പാറ്റേൺ ചേഞ്ച് ചെയ്താൽ, ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റിയാൽ, ഡിസ്ക്രിപ്റ്റീവ് ആയാൽ, ഏത് രീതിയിൽ എങ്ങനെയൊക്കെ വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കണം. നമ്മുടെ പ്രിപ്പറേഷൻ അത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആക്കി മാറ്റേണ്ട സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പഠിക്കുമ്പോൾ ഇനി മുതൽ MCQ ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ MCQ വേണ്ട എന്നല്ല, ബട്ട് നിങ്ങളുടെ കൺസെപ്റ്റുകൾ നിങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. അതുപോലെ ഇക്വേഷൻസോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇക്വേഷൻ പഠിക്കുക എന്നതിനുപരിയായിട്ട് ആ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കുക. അതുപോലെ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത എടുത്ത പർട്ടിക്കുലർ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഇങ്ങനെ കൺസെപ്റ്റുകളെല്ലാം തന്നെ ക്ലിയർ ആക്കുക. നിങ്ങൾ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് അത് എങ്ങനെ വന്നു എന്നുകൂടി മനസ്സിലാക്കി പഠിക്കുക. അത് നിങ്ങളുടെ നോളജും കൂട്ടും എന്നുള്ളത് മാത്രമല്ല, PSC പോലുള്ള എക്സാമുകളിലേക്ക് ഇനി നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ അവരുടെ പാറ്റേൺ ചേഞ്ചിനെയൊക്കെ നമുക്ക് പിടിച്ചടക്കാനും പറ്റും. എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നേരെ വന്നാലും നമുക്കത് ആൻസർ ചെയ്യാനുള്ളൊരു അവസരമാണ്. സോ ഒരു സ്മാർട്ടായ പ്രിപ്പറേഷൻ ആണ് ഇനി നമുക്ക് വേണ്ടത്. കുറെ ക്വസ്റ്റ്യൻസ് കണ്ടു, ആൻസർ ചെയ്യാൻ പഠിച്ചു എന്നുള്ളത് മാത്രമല്ല, കൃത്യമായ രീതിയിൽ ഒരു സ്ട്രാറ്റജി വെച്ച് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. കാരണം നിങ്ങൾക്കറിയാം, അസിസ്റ്റന്റ് പ്രൊഫസറോ പോളിടെക്നിക് ലെക്ചറുകളോ ഒന്നും വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടില്ല എന്ന് മീൻസ് ഡേറ്റ് കൺഫേം ആയിട്ടില്ലല്ലേ? എക്സാം കലണ്ടറിലൊന്നും ഷെഡ്യൂൾ ചെയ്ത് വന്നിട്ടില്ല. സോ വരുമ്പോഴേക്കും അഥവാ ഡിസ്ക്രിപ്റ്റീവ് ആണ്, അല്ലെങ്കിൽ പുതിയ പാറ്റേൺ ചേഞ്ച് ആണ്, ഇതിനെയൊക്കെ നമുക്ക് നേരിടണ്ടേ? നമുക്കൊരു 3 മാസമായിരിക്കും കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച്, സപ്പോസ് ഇപ്പോൾ പാറ്റേൺ ഒന്നും ചേഞ്ച് ആയില്ല, സ്റ്റിൽ ഓക്കെ ഫൈൻ, നമുക്ക് 3 മാസം കിട്ടും. നമ്മുടെ MCQs, നമ്മൾ കൺസെപ്റ്റ്സ് ക്ലിയർ ആണ്, തിയറീസ് ഓക്കെ ആണ്, എല്ലാം സെറ്റപ്പ് ആണ്. അപ്പൊ നമുക്ക് എന്താണ്, MCQs ചെയ്ത് ഇഷ്ടം പോലെ MCQs ചെയ്യാം ഈ 3 മാസം കൊണ്ട്. നമ്മുടെ എക്സാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാം. അപ്പൊ അത്തരത്തിലുള്ള രീതിയിൽ വേണം നമ്മൾ ചേഞ്ച് ചെയ്യാൻ. നമ്മുടെ എന്താണ്, സ്റ്റഡി സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യണം, സ്റ്റഡി പാറ്റേൺ നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇനി ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് നമ്മുടെ ഈ റീസെന്റ് ആയിട്ട് വന്ന ചേഞ്ചുകൾ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഏത് ടൈപ്പ് ആയിരിക്കാം, അത്തരം കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന് റീസെന്റ് PSC എക്സാംസിന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാലേ പ്രീവിയസ് PSCയിലൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് എവിടെ നിന്നായിരിക്കും കിട്ടുന്നത്? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മേജർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നത് SSC JE എക്സാംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം അത് കുറച്ചുകൂടെ ലെവൽ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മുടെ ഒരു PSC ലെവലിലേ വരത്തുള്ളൂ. എങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ആയിരിക്കും. പിന്നീട് നമുക്ക് IESന്റെ ഞാൻ പറഞ്ഞ പോലെ ഡിഫറെന്റ് PSUs നടത്തുന്ന എക്സാംസ് ഒക്കെ ഉണ്ട്. അതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇതിലേക്ക് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് അല്ല, ബട്ട് ബേസിക് ലെവലിൽ നിൽക്കുന്ന എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ കണ്ടെത്തി ചെയ്തു പഠിക്കുക. നിങ്ങളുടെ കൺസെപ്റ്റ് ക്ലിയർ ആണ്, അത്തരം ഒരു കുറച്ച് ക്വസ്റ്റ്യനോടെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. പിന്നെ IESലൊക്കെ ചിലപ്പോൾ വരുന്ന വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് വന്നുകൂടായികയില്ല. ലൈക്ക് 2 സ്റ്റേറ്റ്മെന്റ് തരും, ദെൻ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ബോത്ത് ആർ കറക്റ്റ്, നെയ്തർ ആർ കറക്റ്റ്, അല്ലെ ഏതർ 1 or 2 ഈസ് കറക്റ്റ്, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ഓപ്ഷൻസ് വരും. അപ്പൊ അങ്ങനെയുള്ള അടുത്ത് നമുക്ക് എന്താണ്, കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് നിങ്ങൾ കാണുക. ദെൻ കൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കൺസെപ്റ്റ്സ് ക്ലിയർ ആണ് എങ്കിൽ. അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാനൊരു എക്സാമ്പിൾ SSC JEക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ്, നമ്മുടെ FMലെ ബെർണോളിസ് ഇക്വേഷനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ബെർണോളിസ് ഇക്വേഷൻ only holds for ലോ വിസ്കോസിറ്റി, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്, ടർബുലന്റ് ഫ്ലോ. നോക്കിക്കേ, അപ്പൊ വിസ്കോസിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്, ഫ്ലൂയിഡിന്റെ കംപ്രസിബിലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്, ടൈപ്പ് ഓഫ് ഫ്ലോയെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് മൂന്നും ബെർണോളിസ് ഇക്വേഷന് ഇത് മൂന്നും ഏത് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡിനെ കുറിച്ചാണ് പറയുന്നതെന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ശരിക്കും ഈ കൊടുത്തേക്കുന്നതൊക്കെ എന്താണ്, ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അസംഷനുകളാണ് ഇവയൊക്കെ. നമുക്ക് ബെർണോളിസ് ഇക്വേഷന്റെ അസംഷൻസ് അറിയാമെങ്കിൽ നമുക്ക് പറയാനൊക്കും കൃത്യമായി ബെർണോളിസ് ഇക്വേഷൻ ഏത് ഫ്ലൂയിഡിലാണ് ഹോൾഡ് ചെയ്യുന്നതെന്ന്. ശരിക്കും ഇത് ലോ വിസ്കോസിറ്റി, ഇൻകംപ്രസിബിൾ, സ്ട്രീം ലൈൻ ഫ്ലോസിനാണ്
കറക്റ്റ് ആൻസർ ഡി ആണ്. പക്ഷെ അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാലേ നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ വെറുതെ കാണാതെ പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ ബെർണോളിസ് ഇക്വേഷൻ പഠിച്ചപ്പോൾ കൃത്യമായിട്ട് അസംഷൻസ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതിയായിരുന്നു. കൃത്യമായിട്ട് കൺസെപ്റ്റ് ക്ലിയർ ആയിരുന്നെങ്കിൽ ആൻസർ സുഖമായി കിട്ടില്ലായിരുന്നോ? അപ്പൊ ഇത്തരം ക്വസ്റ്റ്യനുകളാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ആവുന്നല്ല, ബട്ട് അതിലൊരു 2 to 3 ക്വസ്റ്റ്യൻസ് എങ്കിലും ഈ ടൈപ്പ് വന്നാൽ മതി. അതായിരിക്കും നിങ്ങളുടെ റാങ്ക് മേക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാവുന്നത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമുകളാണ് എങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. അത് നമുക്ക് SSC JE ടയർ 2 ആണ് നമ്മുടെ മുന്നിൽ ഒരു മോഡലായിട്ട് നമുക്ക് വെക്കാവുന്നത്. SSC JEയുടെ ടയർ 2 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടും ഡിസ്ക്രിപ്റ്റീവ് പേപ്പറുകളാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാംസിനൊക്കെ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഡെറിവേഷൻസ് ചോദിക്കാം. അപ്പോൾ ഡെറിവേഷൻ ചോദിക്കുമ്പോൾ അസംഷൻസ് എഴുതി എല്ലാം പ്രൂവ് ചെയ്ത് വരണം, നമ്മുടെ ആ ഡിറൈവ് ചെയ്ത് കിട്ടണം. അതുപോലെ ഷോർട്ട് ആയിട്ടുള്ള ഡെഫിനിഷൻസും ബ്രീഫ് ഡിസ്ക്രിപ്ഷൻസും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ കംപ്രസേഴ്സ്, വാട്ട് ആർ കംപ്രസേഴ്സ്, വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കംപ്രസേഴ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, അല്ലെ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ SSC JEയിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടേക്കുന്നത്. ഒന്ന്, വാട്ട് ഈസ് ദി എഫിഷ്യൻസി ആൻഡ് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇറിഗേഷൻ എഫിഷ്യൻസി. 5 to 10 മാർക്ക്. എനിക്ക് തോന്നുന്നു ഇത് 5 മാർക്കിനായിരുന്നു ചോദിച്ചതെന്നുള്ളത്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്, ഡിസ്ക്രൈബ് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീഡ് ഡയഗ്രാം ആൻഡ് മെൻഷൻ ഇറ്റ്സ് അഡ്വാൻറ്റേജസ്. നോക്കിയേ, ഡയഗ്രാം വരച്ചു, അഡ്വാൻറ്റേജസ് എഴുതി. ഇപ്പോൾ തന്നെ നമുക്കൊരു 3/4 മാർക്കും കിട്ടി. ജസ്റ്റ് എന്താണ് ആ ടെസ്റ്റ് എന്നോട് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം, അല്ലേ? അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് വരാം. ഇത്തരം ക്വസ്റ്റ്യൻസുകളാണ് തിയറി പേപ്പറുകളിൽ വരാവുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇനി വരാവുന്നത് നമ്മുടെ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കട്ടി പ്രോബ്ലംസ് ആയിരിക്കും. പ്ലസ് നമ്മളെല്ലാം സ്റ്റെപ്പായിട്ട് എഴുതണം. ഗിവൺ ദാറ്റ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എഴുതുക, എങ്ങനെയാണ് സ്റ്റെപ്പ് ചെയ്തതെന്ന് എഴുതുക, ഫൈനൽ ആൻസർ എഴുതുക. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനും നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ അറിയാം. പക്ഷേ ഇക്വേഷനിലെ ഓരോ വേർഡും ഏതിൻ്റെ ആണ്, മീൻസ് ഏത് ടേമും ഓരോ ടേമും എന്തിനെ സൂചിപ്പിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ ഫുൾ മാർക്ക് കിട്ടൂലേ. അപ്പം ഇങ്ങനെ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പം നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ആയാലും പാറ്റേൺ ചേഞ്ച് ചെയ്താലും ഒന്നും പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പ്രിപ്പറേഷൻ സ്റ്റെപ്പ് സ്മാർട്ട് ആക്കിയാൽ മാത്രം മതി. അങ്ങനെ ഫ്യൂച്ചറിലോട്ട് PSCക്ക് വരാവുന്ന ചേഞ്ചസുകളും അതിനനുസരിച്ച് നമ്മളുടെ പാറ്റേണുകളും സ്റ്റഡി സ്ട്രാറ്റജിയും എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യണം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ കോഴ്സുകൾക്ക് എല്ലാം തന്നെ ഏണസ്റ്റ് അക്കാദമി നല്ല ഇന്റൻസീവ് ആയിട്ടുള്ള ഓൺലൈൻ കോച്ചിങ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ ഫ്രീ ടെസ്റ്റ് സീരീസ് ഒക്കെ അവൈൽ ചെയ്യുന്നതിനായി താഴെ കാണുന്ന ആപ്പ് ലിങ്ക് വഴി ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്വയറീസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. നമ്മളതെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്